പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നെറ്റ് സ്പീഡ് വളരെ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങളുടെ ആ പ്രോബ്ലം ഇന്ന് ഞാൻ സോൾവ് ചെയ്ത് തരുന്നതാണ്. നമ്മൾ സാധാരണ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അതിൽ അവർ നിറയെയധികം APN ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നെറ്റ് സ്പീഡ് നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വർക്കിംഗ് അല്ല. ഒരു 5 മിനിറ്റ് നേരത്തേക്കൊക്കെ നമുക്കൊരു നല്ല നെറ്റ് സ്പീഡ് അതിൽ നിന്ന് കിട്ടും. ഞാൻ തന്നെ നിറയെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ട്രിക്ക് നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അത് തന്നെ ആ ട്രിക്കിനെ കുറിച്ച് ഞാൻ ഇവിടെ കുറച്ച് പറയാം. അപ്പോൾ നമ്മുടെ ഇത് വന്നിട്ട് ബാൻഡ് ലോക്കിംഗ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് സാധാരണ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യണം. പക്ഷേ റൂട്ട് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യം ബാൻഡ് എന്താണെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ഓരോ ടവറിലേക്ക് ബാൻഡ് വെച്ചിട്ടുണ്ട്. ആ ബാൻഡ് വെച്ചിട്ടാണ് നമ്മുടെ നെറ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അധികം അറിയപ്പെടുന്ന ഒരു 4 നെറ്റ്വർക്കാണ് വോഡഫോൺ ഐഡിയ, അല്ലെങ്കിൽ VI, BSNL, ജിയോ, എയർടെൽ. ഇതിൽ എല്ലാ പ്രധാനപ്പെട്ട ബാൻഡുകളെന്ന് പറയുന്നത് ബാൻഡ് നമ്പർ 3, 5, 8, 40, 41. ഇത് എല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാ ബാൻഡും കൂടെ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്കേ ഉള്ളൂ, വോഡഫോൺ ഐഡിയയാണ്. അതുകൊണ്ട് അവർക്ക് പണ്ട് മുതൽ തന്നെ മിക്ക സ്ഥലത്തും കവറേജ് കിട്ടുന്നുണ്ട്. അതാണ് അവരുടെ കവറേജിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുന്ന ബാൻഡ് ഏതെന്ന് ചോദിച്ചാൽ ബാൻഡ് നമ്പർ 40 ആണ്. അപ്പോൾ ബാൻഡ് നമ്പർ 40ലേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നെറ്റ് സ്പീഡ് കിട്ടും. പക്ഷേ എല്ലാ സ്ഥലത്തും ബാൻഡ് നമ്പർ 40 കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണത് ലോക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ സ്പീഡ് ടെസ്റ്റിലേക്ക് ഒന്ന് പോകാം. നിലവിൽ തന്നെ ഞാൻ നമ്മുടെ സ്പീഡ് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞാനിവിടെ സ്പീഡ് ടെസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. VI കണക്ട് ആയിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വോഡഫോൺ ഐഡിയയാണ്. സെർവർ കണക്ട് ആയിട്ട് ഇപ്പോൾ നമ്മൾ നെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എനിക്കിപ്പോൾ കിട്ടുന്നത് 3.1719 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇവിടെ താഴെ ഹാർഡ് വന്നിരിക്കുന്നത് പോലെ ഇതുപോലത്തെ പലതരം ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊന്നും വർക്കാവില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് കളയാനുള്ളതാണ് ഏക ഗുണം. ഇവിടെ നമ്മുടെ സ്പീഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് സ്പീഡ് 0.04 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുവരെ വളരെ കുറഞ്ഞൊരു സ്പീഡാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് നേരെ ട്രിക്കിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ക്യൂബ് ഷോർട്ട് കട്ട് മേക്കർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാനൊരു ഓർഡർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് വരുമ്പോൾ അവിടെ കാർ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും താഴെയുള്ള കാർ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ട്രൈ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ വിൻഡോയിലേക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സിസ്റ്റം ആപ്പാണ്. പക്ഷേ നമുക്ക് പുറമേ നിന്നുള്ള സാധാരണ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ആപ്പിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബാൻഡ് ലോക്കിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് മുകളിലുള്ള 3 ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അവിടെ ബാൻഡ് സെലക്ഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും LTE ബാൻഡ് നമ്പർ 1, ബാൻഡ് നമ്പർ 2, ബാൻഡ് നമ്പർ 3, ബാൻഡ് നമ്പർ 5, ബാൻഡ് നമ്പർ 7. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ലിസ്റ്റിൽ നിങ്ങളുടെ ഓപ്പറേറ്റർ തരുന്ന ബാൻഡുകൾ നിങ്ങൾ ഓരോന്നായിട്ട് സെർച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ബാൻഡ് 40 ലഭിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, ഏറ്റവും കവറേജ് ഉള്ളത്, ഏറ്റവും സ്പീഡുള്ള ഒരു ബാൻഡാണ് ബാൻഡ് 40. അത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്യണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ബാൻഡ് 40 എൻ്റെ ഏരിയയിൽ ലഭ്യമല്ല. എനിക്കിവിടെ ഏറ്റവും സ്പീഡായിട്ട് കിട്ടുന്നത് ബാൻഡ് നമ്പർ 3 ആണ്. ഞാൻ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് നോക്കിയിരുന്നു. ഐഡിയയിലാണ് ഏറ്റവും കൂടുതൽ ബാൻഡുകൾ ലഭിക്കുന്നത്. അപ്പോൾ എല്ലാ ബാൻഡുകളും സെലക്ട് ചെയ്ത് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിവിടെ ഏറ്റവും സ്പീഡ് ഒന്ന് തോന്നിയത് LTE ബാൻഡ് നമ്പർ 3 ആണ്. ഞാൻ സെലക്ട് ചെയ്ത് വോയിസ് സെലക്ഷൻ ഇനേബിൾ ചെയ്ത് സക്സസ് എന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് നേരെ പുറകിലേക്ക് പോയിട്ട് സ്പീഡ് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ സ്പീഡ് ടെസ്റ്റ് റൺ ചെയ്യാൻ പോവുകയാണ്. സെർവറൊക്കെ കണക്ട് ആകുന്നുണ്ട്. എന്തായി റിസൾട്ട് എന്ന് അറിയാവുന്ന ഒരു ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ. ഞാനും അങ്ങനെ തന്നെയാണ്. ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? 86 MB/s വേഗതയിലാണ് നമ്മുടെ ഡൗൺലോഡ് സ്പീഡ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്ലോഡ് സ്പീഡ് കണ്ടു ഗൈസ് 6 MB വരെ പോയി. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടതിനെ കാട്ടി എത്ര 4 ഇരട്ടി. പക്ഷെ ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിൽ എത്ര ഇരട്ടി പറയാൻ കഴിയുന്നില്ല. അത് നമുക്ക് കിട്ടിയത് 3 MB/s ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ എത്രയോ ഫ്രണ്ട്സ് ഓൺലൈൻ ക്ലാസ്സുകൾ കയറാൻ കഴിയാതെ നെറ്റ് സ്പീഡ് ഇല്ലാതെ വിഷമിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് ഈ ട്രിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതൊക്കെ കണ്ട് ഉപയോഗിച്ച് അവർ നെറ്റ് സ്പീഡ് കൂട്ടട്ടെ.